കൊലവിളിയെ വിളിച്ച് ആന കൂവിക്കൊണ്ടാണ് ആനക്ക് തിരിഞ്ഞു കുത്തണ. കടുവ വന്നു എന്റെ പശുവിനെ പിടിച്ചു. ഞങ്ങൾ ഒരു 10 കിലോ അരി മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു പോകാൻ തന്നെ ഞങ്ങൾക്ക് പേടിയാ. വീട് കൂടെ ഞങ്ങൾക്ക് ഇവിടെ ആരുമില്ല. ഞങ്ങളെ നോക്കാം. കാടതിരുകളിൽ താമസിക്കുന്നവരുടെ സങ്കടമാണ് കേട്ടത്. ഉറ്റവർ നഷ്ടപ്പെട്ട സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടും വനം വകുപ്പിന് ഒരു കുലുക്കവുമില്ല. ആന ചരിഞ്ഞാലെന്ത്, ആള് മരിച്ചാലെന്ത്? കാടിറങ്ങി വരുന്ന മൃഗങ്ങളെ തടയാൻ വനം വകുപ്പിനാകുന്നില്ല. കാരണം ഒരുപാടുണ്ട്. ജീവനക്കാരുടെ അഭാവം മൂലം എല്ലാവർക്കും അമിത ജോലിഭാരം. കേരളത്തിൽ എവിടെ വന്യജീവി ഇറങ്ങിയാലും മയക്കുവെടി വയ്ക്കാൻ ഓടിയെത്തുന്നത് ബത്തേരിയിലെ ദൗത്യസംഘം. വിശ്രമമില്ലാത്ത ജോലി. നോർത്ത് വയനാട് ഡിവിഷനിൽ പുതിയ RRT രൂപീകരിച്ചത് നിലവിലുള്ള ജീവനക്കാർക്ക് തന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ചുമതല കൂടി നൽകിക്കൊണ്ട്. വയനാട്ടിലെ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസുകളിലും സ്റ്റേഷനുകളിലും നിലവിൽ ഔദ്യോഗിക വണ്ടികളില്ല. അത്യാവശ്യ ഘട്ടത്തിൽ വാടകയ്ക്ക് വിളിക്കും. കിട്ടിയാൽ കിട്ടി. ഇടുക്കി ജില്ലയിൽ 10 വണ്ടികൾ കണ്ടം ചെയ്ത ശേഷം പുതിയ വാഹനങ്ങൾ കിട്ടിയിട്ടുമില്ല. ഇതൊക്കെ കിട്ടിയാലും ധനപ്രതിസന്ധിയാണ് അടുത്ത വെല്ലുവിളി. വനം വകുപ്പ് 3 വർഷത്തിനിടെ കൊടുത്ത പദ്ധതികൾക്കൊന്നും ധനവകുപ്പ് അനുമതി നൽകിയിട്ടില്ല. ഈ ജനങ്ങളെ മുഴുവൻ അങ്ങ് ഷൂട്ട് ചെയ്തതിനു ശേഷം വന്യമൃഗത്തെ അങ്ങ് സംരക്ഷിക്കട്ടെ. ഇന്ന് 63 ദിവസമായി ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട്. എപ്പോഴാണ് ആന ചവിട്ടിക്കൊണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഓരോരുത്തരും 7 മണി 6:45 വരും ആന. ജനങ്ങൾക്ക് യാതൊരു വിലയും ഗവൺമെന്റ് കൊടുക്കുന്നില്ല. കാട് വളർത്താൻ മുന്നിട്ടിറങ്ങുന്നവർ കണ്ടുപഠിക്കണം അയൽ സംസ്ഥാനങ്ങളെ. സംരക്ഷണ കവചമായി വൈദ്യുതി വേലികൾ, ട്രഞ്ചുകൾ, മുള്ളുവേലികൾ. അതോടൊപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും. അയൽ സംസ്ഥാനങ്ങളിൽ വനംവകുപ്പ് വനത്തിനുള്ളിൽ തന്നെ വന്യമൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നങ്ങളല്ല. കാടിറങ്ങുന്ന മൃഗങ്ങൾ തിരികെ കാട് കയറാൻ മടിക്കുന്നു. ശരിയാണ്, വനം ജീവനാണ്, ജീവിതമാണ്. അപ്പോൾ വനംവകുപ്പല്ലാതെ പിന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ആര് പരിഹാരം കാണും? ടി. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.